السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد حبيب رب العالمين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അള്ളാഹുവിൻ്റെ വളപ്പുകളെ കൂട്ടത്തിൽ ഏറ്റവും സ്നേഹിക്കേണ്ടത് എല്ലാത്തേക്കാളും എന്ന് നാം മനസ്സിലാക്കി. ആ മഹബത്തിൻ്റെ ഭാഗമാണ് അവിടുത്തെ പുകഴ്ത്തുക എന്നത്, അവിടുത്തെ കീർത്തനങ്ങൾ പാടിപ്പറയുക എന്നുള്ളത്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിനത്തോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങളും മറ്റും വിവരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് പല വേദികളും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. മൗലിദ് സദസ്സ്, മങ്കൂസ് മൗലിദായിട്ടും ഷറഫുൽ മൗലിദായിട്ടും ഇങ്ങനെ പല പേരിലും മൗലിദുകളുണ്ട്. ആ മൗലിദുകളിൽ എല്ലാം ഉള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹാണ്, അവിടുത്തെ കീർത്തനങ്ങളാണ്, അവിടുന്ന് ജനിച്ച സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ക്രോഡീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുകൾ, ഉലമാ നമുക്ക് സമർപ്പിച്ചതാണ് മൗലിദ് കിതാബ്. അത് ഓതി നമ്മൾ പാരായണം ചെയ്യുന്നു. അങ്ങനെ മൗലിദ് സദസ്സ് സംഘടിപ്പിക്കപ്പെടുന്നു. അതുപോലെ മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, ദഫ് പ്രോഗ്രാമുകൾ, ഘോഷയാത്രകൾ, ഇതൊക്കെയാണ് നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കലാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഈ സംഗതി ഇസ്ലാം അംഗീകരിച്ചതാണോ, അള്ളാഹുവിൻ റസൂലും പൊരുത്തപ്പെടുന്നതാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അള്ളാഹിൻ്റെ റസൂലിനെ പുകഴ്ത്തുക എന്നുള്ളത് അള്ളാഹുവിൻ റസൂലും അംഗീകരിച്ചതാണോ, അവർക്ക് പൊരുത്തമുള്ളതാണോ എന്നാണ്. തീർച്ചയായും അള്ളാഹുവിനും അള്ളാഹിൻ്റെ റസൂലിനും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതി തന്നെയാണ് അത് എന്നതിൽ ഒരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വളപ്പുകൾ വെച്ച് ഏറ്റവും അവനിലേക്ക് ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും നമുക്കത് കാണാൻ കഴിയും. അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല. സാമ്പിളിന് മാത്രം ഒരായത്ത്, പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ നഫ്സുകളിൽ നിന്നുള്ള ഒരു റസൂല് നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ഒരു ദൂതൻ വന്നിരിക്കുന്നു. എങ്ങനത്തെ റസൂലാണ്? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുന്നത് ആ റസൂലിന് പ്രയാസകരമാണ്, വിഷമമുണ്ടാക്കുന്നതാണ്. നമ്മൾ ഉമ്മത്തികൾക്ക്
എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത് അതിൽ വളരെ ദുഃഖമുള്ള ആളും പ്രയാസമുള്ള ആളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന്. അങ്ങനെ നമ്മുടെ ഉമ്മത്തികൾ റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തികൾക്ക് വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് ആ സമുദായത്തെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാം വേണ്ടതെല്ലാം ചെയ്യാൻ തയ്യാറുള്ള റസൂലാണ് ഈ റസൂല് എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു നബിയെ മദ്ഹ് ചെയ്യുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പ്രയാസം വരുന്നത്, അത് പ്രയാസം വരരുത് എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ പലതും റസൂലുള്ളാഹി ഒഴിവാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തറാവീഹ് നിസ്കാരം 3 രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു, പിന്നീട് അത് ഒഴിവാക്കി. പിന്നെ ജമാഅത്തായിട്ട് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാതെ ആ നിസ്കാരം നിർത്തിക്കളഞ്ഞു. എന്തിനു വേണ്ടി? അതിന് കാരണമായി അള്ളാഹിൻ്റെ റസൂൽ തന്നെ പറഞ്ഞത്, നിങ്ങൾ ഈ ആവേശം കണ്ട് ഈ തറാവീഹ് നിസ്കാരം നിങ്ങളെ മേൽ ഫർദാക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. ഇത് ഫർദായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കോ നിങ്ങളെ പരമ്പരയിൽ വരുന്ന നിങ്ങളെ പിന്നീട് വരുന്ന നിങ്ങളെ സഹോദരന്മാർക്കോ അത് ചെയ്യാതെ പറ്റാതെ വന്നാൽ നിർബന്ധ ബാധ്യതയായി തീർന്നാൽ അങ്ങനെയല്ലേ, അപ്പം നിങ്ങൾ കുടുങ്ങിപ്പോവില്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ വരാതിരുന്നത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ കാരുണ്യം നോക്കാൻ, നമുക്കൊരു പ്രയാസം വരുമെന്ന് തോന്നിയത് കൊണ്ട് ആ നിസ്കാരം തന്നെ അവിടെ നിർത്തിക്കളഞ്ഞു. ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് നിർത്തിക്കളഞ്ഞു, അതവിടെ സ്റ്റോപ്പാക്കി. എന്നാൽ അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് കുട്ടികളുടെ ശബ്ദം കേട്ടാൽ, കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം സ്പീഡിൽ നിസ്കരിച്ച് വേഗം നിസ്കരിച്ച് നിസ്കാരം തീർക്കും. എന്തിനു വേണ്ടി? ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഉമ്മാക്ക് വിഷമമുണ്ടാവും, ആ കുട്ടീൻ്റെ ഉമ്മാക്ക്. അപ്പോൾ ആ വിഷമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുകൊണ്ട് ആ നിസ്കാരത്തിൽ വീഴ്ച വരുത്തുക എന്നല്ല, വേഗം നിസ്കരിച്ച് ആ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം, ലൗലാ അൻ അശുഖ്ഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക് ഇൻദ കുല്ലി സ്വലാ. എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഞാൻ ഭയപ്പെടുന്നില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഞാൻ ഭയപ്പെടുന്നില്ലായിരുന്നുവെങ്കിൽ അവരോട് ഞാൻ എല്ലാ നിസ്കാരത്തിൻ്റെ സമയത്തും മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു, നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. സുന്നത്താണ് നിസ്കരിക്കുന്ന സമയത്ത്, നിസ്കാരത്തിൻ്റെ സമയത്ത് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. എന്നാൽ അത് ഞാൻ നിർബന്ധമായി അവരോട് കൽപ്പിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് നിർബന്ധമായി കൽപ്പിക്കാതിരുന്നത്? അതവർക്ക് പ്രയാസമാകുമെന്ന് കരുതിയിട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അങ്ങനെ അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുള്ളത് ആ റസൂലുള്ളാഹിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുന്നത് റസൂലുള്ളാഹിക്ക് അത് പ്രശ്നം തന്നെയാണ്. അതിലിടപെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. ആ ആയത്തിൻ്റെ അർത്ഥം എന്താണ്? തങ്ങൾക്ക് തങ്ങളെ റബ്ബ് തരും. ഫതർദാ, അപ്പോൾ തങ്ങൾക്ക് തൃപ്തിയാകും. തങ്ങൾക്ക് തൃപ്തിയാകുന്നവരെ തങ്ങൾക്ക് പലതും അല്ലാഹു തആല തരുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു എന്താണ്? ഇദൻ ലാ അർദാ,
വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. അങ്ങനെയാണോ? എന്നാൽ ഞാൻ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ കിടക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞ നേതാവാണ് നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം എൻ്റെ ഉമ്മത്തിന്, കുടുംബക്കാർക്കും സ്വന്തക്കാർക്കൊന്നുമല്ല, മൊത്തത്തിൽ എല്ലാവർക്കും, ഉമ്മത്തിനെല്ലാവർക്കും പ്രയാസം, വല്ല പ്രയാസമുണ്ടാകുമ്പോൾ റസൂലുള്ളാഹിക്ക് അത് വിഷമമാണ്. ഇനി അടുത്ത് പറയുന്നത് ഹരീസുൻ അലൈക്കും, നിങ്ങളെ മേൽ അങ്ങേയറ്റത്തെ ആഗ്രഹമുള്ള ആളാണ്. നിങ്ങൾ നന്നായി തീരണം, നിങ്ങൾ ഹിദായത്തിലെത്തണം എന്ന് അത്യാഗ്രഹമുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ നന്നായി കാണണം എന്ന് അത്യാഗ്രഹമുള്ള ആളാണ്. വേറൊരു ഹദീസിൽ കാണാം, ഞാൻ നിങ്ങളെ ഊരക്ക് പിടിച്ച് നിങ്ങളെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ നോക്കുന്നു. നിങ്ങളാണെങ്കിൽ കുതറി ഓടി ആ നരകത്തിലേക്ക് വീഴാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതുപോലെ പാറ്റകളുണ്ടല്ലോ, പാറ്റ പൊടിഞ്ഞാൽ വെളിച്ചം കണ്ടാൽ ആ വെളിച്ചത്ത് തീ കത്തുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് അതിലേക്ക് ചെന്ന് വീഴുന്നത് പോലെ നിങ്ങൾ നരകത്തിലേക്ക് വീഴാൻ വേണ്ടി കുതറി ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഊരക്ക് പിടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ നന്നായി കാണണം, ഹിദായത്തിലാവണം എന്ന് അത്യാഗ്രഹമുള്ള നബിയാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളെ കൊണ്ട് കാരുണ്യമുള്ളവരാണ്. റഊഫ് റഹീം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ്. പക്ഷേ ആ രണ്ട് പേര് ഒരാൾക്കും അള്ളാഹുവിൻ്റെ റസൂലിനൊക്കെ അല്ലാതെ അള്ളാഹു തആല നൽകിയിട്ടില്ല. റഊഫുൽ റഹീം, മുഅ്മിനീങ്ങളെ കൊണ്ട് കരുണ ഉള്ളവരാണ്, അവരോട് കാരുണ്യം ചെയ്യുന്നവരാണ്, റഹ്മത്ത് ചെയ്യുന്നവരാണ്, അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നവരാണ്. പല വ്യാഖ്യാനങ്ങളും അതിനുണ്ട്. ഏതായാലും ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഉള്ള റസൂലാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവൻ മദ്ഹ് ചെയ്യുകയാണ്. അങ്ങനെ എത്രയോ ആയത്തുകളുണ്ട്. ഒന്ന് ഷാമ്പിളിന് വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നബി തങ്ങളെ മദ്ഹ് ചെയ്തത്, അതുപോലെ തന്നെ സഹാബത്ത് മദ്ഹ് ചെയ്തതും ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അല്ലാഹു ഒരു സാലിഹായ അമലായി ഖബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബേ, എൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് ഞങ്ങൾക്കിനി വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അവിടുത്തെ പുകഴ്ത്തി പറയാനുള്ള നാവ് ഞങ്ങൾക്കിനി നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അത്തരം സദസ്സുകളിലും സഹകരിക്കാനും സംബന്ധിക്കാനുമുള്ള മനസ്ഥിതി ഞങ്ങൾക്കിനി നൽകണേ അല്ലാ. അത് നിമിത്തമായി അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്കിനി നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്, നീ സുഖപ്പെടുത്തണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.